ലക്ഷ്മി, ഭൂമി എവിടെ പോയി? വീട്ടിലോട്ട് പോയി. എന്താ മതി സാറേ? ഈ കോഫിയുടെ ചേരുവ അത്ര ശരിയായിട്ടില്ല. വേറെ എടുക്കാം. ഓ, കുഴപ്പമില്ല. അല്ല, എടുക്കാം. ഓ, വേണ്ട. എന്താ മാത്യു സാറേ? ഞാൻ കൊടുത്ത കോഫിയുടെ ചേരുവ ശരിയല്ലാന്നോ? ഞാൻ തരാലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ. എന്താ ചേച്ചി? ഞാൻ ചായ അടിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല മോളെ. ചേച്ചി തന്നെയല്ലേ നേരത്തെ ചായയും കോഫിയൊക്കെ അടിച്ചോണ്ടിരുന്നത്? അത് മോളുടെ ധൈര്യത്തിലായിരുന്നല്ലോ. ഇതൊന്നും അല്ല. ഭൂമിയില്ലാതെ ഞാൻ ചായ അടിച്ചാ നന്നാവില്ല എന്നും പറഞ്ഞാ ഇപ്പൊ ചായ അടിക്കുന്നത്. അതാണ് കാര്യം. നാളെ മുതൽ പലഹാരം കൂടെ ഞാനുണ്ടാക്കിയ കഴിക്കാൻ ആരും ഉണ്ടാവൂല. അതിനെ പലഹാരം പഴയതുപോലെ നമ്മളല്ലേ ഉണ്ടാക്കുന്നത്. ചേച്ചി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. കെട്ടിപ്പിടിക്ക്. അതെ, ഞങ്ങള് നാട്ടിൽ പോകുന്നില്ല. അച്ഛൻ പറഞ്ഞു. സത്യം? സത്യം. പിന്നെ നാളെ വീട്ടിലൊരു വിരുന്നുണ്ട്. അതൊക്കെ വിശദമായിട്ട് പറയാം. നാളത്തെ പരിപാടികള് വിശദമായിട്ട് പറയാം. മോളുടെ കോഫി ഹൗസ് ഫ്രണ്ട്സ്, പോലീസ് ഫ്രണ്ട്സ്, അയൽക്കാര്, പിന്നെ സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയും ഫാമിലിയും. അവരൊക്കെ വരും അച്ചോട്ടാ. വലിയ ആൾക്കാരല്ലേ. വന്നാൽ തന്നെ ഈ വീട് കണ്ട അവര് മടങ്ങിപ്പോവില്ലേ? ഭൂമി അവർക്ക് വലിയ കാര്യമില്ലേ? അവര് വരണം. അച്ചോട്ടാ, ഭൂമി സൗഭാഗ്യപുരത്ത് പോയി വന്നിട്ട് പറഞ്ഞില്ലേ ആ വീട് നേരത്തെ കണ്ട പോലെ ഉണ്ടെന്ന്? അതൊക്കെ വെറുതെ തോന്നിയതാവും. ആ വീടുമായിട്ട് അവക്കെന്തെങ്കിലും ബന്ധം? അതൊക്കെ നാളെ നീ അറിയും. ഞാൻ പറയാൻ വന്നത്, നാളത്തെ വിരുന്നിന് നമ്മുടെ ഒരു കലാപരിപാടി വേണം. എന്ത് കലാപരിപാടി? ശീലാവതി നാടകത്തിന്റെ ക്ലൈമാക്സ്. ഞാൻ കണ്ട് കൈയടിച്ച ഭാഗം. ദേ, തന്നെ കെട്ടാനുള്ള കാര്യം. മോൾ എന്നും പറയുന്നതല്ലേ ആ ഭാഗം അമ്പിയൊന്ന് അഭിനയിച്ച് കാണണമെന്ന്. എനിക്ക് വയ്യ അച്ചോട്ടാ. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആവാം. പിന്നീടോ? അതപ്പോഴാ? നാളെ കഴിഞ്ഞ് ഭൂമി നമ്മുടെ ആരുമല്ല. ചെയ്യാം. അതിന്റെ അവസാന അഭിനയമാ. കൂടെ ആരാ? ഞാനല്ലേ നിന്റെ കൂടെ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. പറഞ്ഞു തന്നാ മതി എങ്ങനെ അഭിനയിക്കണോന്ന്. ശീലാവതി നാടകത്തിലെ അവസാന ഭാഗത്തിന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല ചേട്ടാ. നീ ഒന്ന് ആലോചിച്ച് കുറിച്ച് വെക്ക്. 2-3 റിഹേഴ്സലെങ്കിലും വേണം. സംഗതി ഗംഭീരമാകണം. പിന്നെ മോളൊന്നും കഴിക്കാതെ പോയ? എടി, പോയത് കോഫി ഹൗസിലേക്കല്ലയോ? അവിടുന്ന് എന്തേലും കഴിച്ചോളും. അവളോ പൊടിഞ്ഞു വീണത് കൂടി കഴിക്കൂല. അത്രയ്ക്ക് പിശിക്കുക. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എടോ, വേണ്ട. പോലീസുകാരെ ക്ഷണിക്കുന്ന തിരക്കിലായിരിക്കും മോള്. രാധികച്ചി, നമ്മുടെ മണിക്കുട്ടനെയും മണിക്കുട്ടിയും കൂട്ടണം കേട്ടോ. പിന്നെന്താ? അല്ല ഭൂമി, എന്താ വിരുന്നിന് വിഭവം? അതെന്തായാലും മോശമാവില്ല. ഭൂമിയുടെ കൈപ്പുണ്യല്ലേ. ഭൂമി, നീ നാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്നറിഞ്ഞപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ബാലൻ സാറേ, കേസിന്റെ ക്ലൂ തരുന്നതിന് ഭൂമിക്ക് ശമ്പളത്തിന്റെ ഒരു ഭാഗം കൊടുക്കേണ്ടി വരും. രാധികച്ചി, 3 പെൺമക്കളാ ബാലേട്ടന്. കെട്ടിച്ചയക്കാനുള്ള പണത്തിന്റെ ഓട്ടോ. നീയും എന്റെ മോള് തന്നെ ഭൂമി.
അപ്പോ ആരും മറക്കണ്ട നാളത്തെ കാര്യം. ഉം? ആ ശരി. സർ, ആ നാളെ ഫാദേഴ്സ് ഡേ അല്ലേ? ഏ അപ്പൊ കേട്ടു അല്ലേ? എന്തായാലും സാറ് വരില്ലേ? ഏതെങ്കിലും കേസ് വന്നു വിട്ടാ നടക്കില്ല. ആ 4-5 സുന്ദരി കുട്ടികളൊക്കെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ വരില്ലേ? എന്നാ പിന്നെ നാളെ നോക്കാം. ആ എങ്കി പിന്നെ പെണ്ണ് കാണൽ ചടങ്ങ് കൂടി അവിടെ നടത്താം. ഉം? അയ്യോ സിയയോട് പറഞ്ഞില്ല. അതെ, എന്താ വാരഫലം? എലിയാണോ അതോ പുലിയാണോ? പേപ്പട്ടി. സർ, ആ താൻ പോയില്ലേ? ഞാൻ സാറിന്റെ സന്തോഷം കളഞ്ഞോ? ഞാൻ പോയി കിട്ടിയെന്നുള്ള സന്തോഷം. നല്ല ടെൻഷനോടെ ജോലിയിലിരിക്കുന്ന ആളിന് സന്തോഷവും വേണ്ടേ? സോറി സർ, സാറിനെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയാതെ പോയി. നാളെ എന്റെ വീട്ടിലെ ഒരു വിരുന്ന് സൽക്കാരമുണ്ട്. അച്ഛനു വേണ്ടി ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേയോ? ആ അത് ഇപ്പോഴൊന്നും അല്ലല്ലോ. സായിപ്പ് ഉണ്ടാക്കിയ സിസ്റ്റം അതുപോലെ നമ്മൾ എന്തിനാ ഫോളോ ചെയ്യുന്നേ? സായിപ്പും ഭൂമിയിലാണ്. പക്ഷേ ഈ ഭൂമി സ്വന്തം അച്ചുതണ്ടിലാണ് കറങ്ങുന്നത്. ഉം, അച്ഛന്റെ അച്ചുതണ്ടിൽ. ഉം, സാർ വരില്ലേ? ഉം, വരാം. എപ്പോഴാ? ടൈം ഞാൻ മെസ്സേജ് ചെയ്യാം. ഉം. സർ, ഞാൻ എന്തിനാ നാട്ടിലേക്ക് മടങ്ങണ്ടെന്ന് തീരുമാനിച്ചതെന്ന് അറിയാമോ? ഉം. സാറിന്റെ നിശ്ചയവും കല്യാണവും ഒക്കെ കാണാൻ വേണ്ടിയാ. പായസത്തിനകത്ത് കാഞ്ഞിരക്കുരു അരച്ച ചെറുക്കലടി പാചകക്കാരി. അയ്യോ, കാഞ്ഞിരക്കുരു അല്ല സർ, നെല്ലിക്ക. ആദ്യം കഴിക്കും, പിന്നെ അത് മധുരിക്കും. ഉം, അപ്പൊ ശരി സർ. ഉം. ഉള്ള മൂടോടെ കളഞ്ഞു. നാടകത്തിന്റെ സന്ദർഭം ഡയലോഗൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ആ ഏതാണ്ട്. എത്ര പ്രാവശ്യം വന്നു കണ്ട നാടകം അച്ചുവേട്ടാ. അല്ല, അതിന്റെ ഓർമ്മയല്ലേ എന്റെ മുന്നിലിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. ആ മദ്യപിച്ച് കരൾ രോഗം വന്ന ഭർത്താവിന് ഭാര്യ കരളൊടുക്കുന്നു. ഉം. നാട്ടുകാരുടെയും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒക്കെ സഹായത്തോടെയാണ് സർജറി ചെയ്ത് ഭർത്താവിനെ രക്ഷിച്ചത്. അതെ. ഒരു തുള്ളി മദ്യം പോലും ഇനി ഉപയോഗിക്കരുതെന്ന് ഡോക്ടർമാര് പ്രത്യേകം പറഞ്ഞതാണ്. ആ ഭർത്താവ് ഒരു ദിവസം മദ്യം കഴിച്ചു വരുന്നു. അയാൾ കതകിൽ തട്ടി വിളിക്കുന്നു, ഭാര്യ വാതിൽ തുറക്കുന്നു. ബാക്കി ഡയലോഗ്. അത് പിന്നെ ഡയലോഗ് എനിക്ക് ചിലപ്പോ തെറ്റിപ്പോവും. നീ ഒന്ന് തിരുത്തി തന്നാ മതി. ആദ്യം നമുക്കൊന്ന് നോക്കാം. ബാ നോക്കാം. ഓക്കെ. ആ കുറ്റിട്ടു. വാതിലൂറക്കടി. ദേ മാതൃകാ കുടുംബം. തല്ലുകൂടണ്ടേ ഒരു കുടുംബമൊക്കെ ആവുമ്പോ? നീ എന്നെ തല്ലുന്ന പോലെ. ആ തുറക്കടി. ദേ അടിയാണെന്ന് തോന്നുന്നു. വാ നോക്കാം. വാതിലൂറക്കടി. ഇയാളെ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ദേ നോക്ക്, അയാൾ അടിച്ച് പൂക്കുറ്റിയായിട്ട് നിൽക്കുക. മദ്യപിച്ചല്ലേ? ലേശം. സുഹൃത്തുക്കള് പാർട്ടി നടത്തിയപ്പോ ലേശം. മദ്യപിക്ക്, ഇനി മദ്യപിക്ക്, രോഗിയാവ്. നിങ്ങളെ രക്ഷിക്കാനേ ഞാൻ ഈ നാട് നീളെ നടന്ന് തെണ്ട. എന്റെ കരളും തരാം, എല്ലാം വിറ്റ് തൊലയ്ക്കാം നമുക്ക്.
രമ്പിയേ, ഇയാള് കരൾ രോഗിയായിരുന്നു. നിങ്ങളെ എന്തു അയാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്ക്, നമുക്ക് തല്ല് കാണാലോ. ഞാൻ ഏറ്റു. രമ്പിയേ. എല്ലാം സഹിച്ച് എനിക്ക് ഇനി അങ്ങനെ ശീലാവധി ആവണ്ട. ഞാനൊരു സാധാരണ സ്ത്രീയാ. ഇനി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. മതീധർമ്മം പാലിച്ച് ഞാൻ ഇനി എനിക്ക് സഹനശേഷി ബാക്കിയില്ല. നീ മരിക്കണം. ആരാ നീ? എടാ ഭർത്താവ് നാറി, അവളെ വിളിച്ചോണ്ട് പോടാ. ഇല്ലെങ്കിൽ വെട്ടിക്കൂട്ടിയാലും അടുപ്പിലിടും കേട്ടോ. ഓ അങ്ങോട്ട് പോടാ. താൻ പോടോ. അച്ചോട്ടാ, എന്താ? അപ്പുറത്തെ വീട്ടിലെ എരുമയും പോത്തുവാ. ഒരു പണി ഞാൻ കൊടുത്തതാ. അതെ, ഒരു 2-3 റിഹേഴ്സൽ കഴിയുമ്പോ ഞാൻ ശരിയാകത്തില്ലേ? അച്ചേട്ടനൊരു വിധമൊക്കെ എല്ലാം ശരിയായിട്ടുണ്ട്. ഞാനാ ശരിയാവാത്ത. അത് ശരിയാ. ഞാൻ ശരിയാക്കിക്കോളാം. അത് മതി, ഞാൻ ശരിയാക്കിക്കോളാം. അപ്പൊ ഇയാള് മദ്യപാനിയാണല്ലേ? ചെറിയ തോതിലല്ല, പ്രൊഫഷണൽ മദ്യപാനിയാ. ഭാര്യക്കിട്ട് തല്ലുന്ന സീൻ കാണാൻ പറ്റിയില്ല. എന്നാലും ഒരു സമാധാനമുണ്ട്, നല്ല അലമ്പ് ഫാമിലി ആണല്ലോ. നീ നിങ്ങള് വാ. നടക്ക്. അല്ല ഭവാനി, ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ കേസിന്റെ കാര്യം വക്കീൽ എന്താ പറഞ്ഞത്? 22 വർഷമായി അടഞ്ഞു കിടക്കുകയല്ലേ അമ്മേ. കേസാണെങ്കിൽ സുപ്രീം കോടതിയിലും. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നഷ്ടപരിഹാരം കൊടുക്കാൻ ഹൈക്കോടതി വിധിച്ചതായിരുന്നു. വിധി വരട്ടെ, എന്താന്ന് വെച്ചാ അപ്പൊ ചെയ്യാം. സംഗീത, നീ അമ്മയോട് പറഞ്ഞാ മതി. എന്താ ഇത് മാധവേട്ട, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ പറഞ്ഞാ മതിയെന്നേ. ഞാൻ പറയില്ല, മാധവേട്ടൻ തന്നെ പറഞ്ഞാ മതി. എന്താ രണ്ടാളും കൂടി ഒരു തർക്കം? അതൊന്നുമില്ല അമ്മേ. അമ്മേ, മാധവേട്ടൻ എന്തോ അമ്മയോട് പറയാനുണ്ടെന്ന്. എന്താ മാധവ? അത് സംഗീത പറയും അമ്മേ. മാധവേട്ടൻ തന്നെ പറഞ്ഞാ മതി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പന്ത് കളിക്കാൻ വന്നാണോ ഇപ്പൊ ഇങ്ങോട്ട്? എന്താ കാര്യം എന്ന് വെച്ചാ തുറന്ന് പറ മാധവ. അമ്മേ, റബ്ബറിനിപ്പോ കാര്യമായ വിലയൊന്നുമില്ല. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തെ 25 ഏക്കർ അങ്ങോട്ട് കൊടുത്താലോ? എന്നിട്ട് സ്വർണം വാങ്ങാം. അതാവുമ്പോ. അല്ല, എന്നാ പിന്നെ എന്തിനാ കുറച്ചാക്കുന്നത്? മൊത്തം അങ്ങ് കൊടുത്തേക്കാം. എന്താ, ടയർ ഫാക്ടറി ഉണ്ട്, അതും അങ്ങ് കൊടുത്തേക്കാം. അതിനും സ്വർണം വാങ്ങാം. അപ്പൊ നിനക്കിനി ഇവിടെ നിന്ന് സുഖിക്കാം, ഒരു പണി എടുക്കണ്ട അല്ലേ? മാധവ, എസ്റ്റേറ്റിലും ഫാക്ടറിയിലും ഒക്കെ എത്ര പേരാ പണിയെടുക്കുന്നത്. അവരുടെ കുടുംബം കഴിയുന്നത് അതുകൊണ്ടാടാ. അതറിയുമ്പോഴുള്ള സുഖം സ്വർണം കൊണ്ട് ലോക്കറിൽ വെച്ചാൽ കിട്ടത്തില്ല മോനെ. മേലാൽ ഇത്തരം വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തോട്ട് വന്നേക്കരുത്. ഇവളെന്തിനാ ഇപ്പൊ വരുന്നത്? ഇവളുടെ ഈ വരവ് അപകടകരവാ. ഇവളെന്തിനാ ഇപ്പൊ വരുന്നത്? ഇവളുടെ ഈ വരവ് അപകടകരവാ. ഭൂമി, മോളെന്താ അവിടെ നിന്നത്? കേറി വാ. ദേ, ഇത് നിന്റെയും കൂടെ വീടാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടേ. കേറി വാ മോളെ. കാണാനേ ഇല്ലല്ലോ. തിരക്കുണ്ട് മുത്തശ്ശി. കച്ചവടമൊക്കെ കുശാലായിട്ട് പോന്നോ? അമ്മേ, ഭൂമിയുടെ കടയിലെ ബോർഡ് എന്താന്നറിയോ? നിങ്ങളുടെ സന്തോഷം എന്റെ ലാഭം. കൊള്ളാം. നാട്ടുകാരുടെ സന്തോഷം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ മോളെ? അവരുടെ സന്തോഷം കണ്ട വയറ് നിറയും മുത്തശ്ശി. മാധവ, കണ്ടോടാ, കണ്ടു പഠിക്കണം. അല്ല ഭവാനി, ഭൂമി അറിയില്ലേ?
അറിയാമേ. പിന്നെന്താ സംസാരിക്കാത്തത്? സുഖല്ലേ ഭൂമി? ആ ആ, മുത്തശ്ശി, ഞാൻ വന്നത് പറയാമോന്നറിയില്ല. അതിനെന്താ, പറയാം. നാളെ എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, അച്ഛന് വേണ്ടി, ഫാദേഴ്സ് ഡേ. ഓ, എല്ലാവരും വരണം. അച്ഛന്റെ ആഗ്രഹം ഈ കുടുംബത്തിലെ എല്ലാവരും വരണമെന്നുള്ളത്. അതെന്ത് ഫംഗ്ഷൻ? ഇതിലെന്തോ ഉണ്ടല്ലോ. വരാം മോളെ, തീർച്ചയായിട്ടും വരാം. എല്ലാവരും വരണം. ആ, വരാം. വരാം. നോക്കട്ടെ. അതെ ഭൂമി, സത്യനെ കൂടെ വിളിക്കണം. അവന് നിന്നോടൊരു പ്രത്യേക സ്നേഹമാണ്. അറിയാം. നീ അവന്റെ മോളെന്നൊക്കെയാ പറയുന്നത്. എന്നാ ഞാനങ്ങോട്ട്. അത് ശരി, അത് വേണ്ട. അല്ലോ, കഴിച്ചിട്ട് പോമ്പാ. അതെ, വാ, കൂട്ടിക്കൊണ്ട് പോവാ മോളെ. വാ മോളെ. ആഹാ. എന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു വിരുന്ന്? സൗഭാഗ്യപുരത്തുള്ളവരെ എല്ലാം ക്ഷണിക്കണമെന്നാണ് അച്യുതൻ പറഞ്ഞത്. അവിടെ വെച്ച് ഭൂമിയാണ് അഭിരാമി എന്ന് പറയാനായിരിക്കോ? സത്യദാസിനെ ഏൽപ്പിക്കാനോ? നോ, അത് നടക്കരുത്. ഈ നമ്പർ നിലവിലില്ല. ദയവായി നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ പരിശോധിക്കുക. Your calling is out of network coverage area. Please try later. അച്ഛട്ടാ, മോള് പോയാല് നാളത്തെ നിമിഷം എനിക്ക് ഓർക്കാൻ കഴിയില്ല. എനിക്ക് തോന്നണില്ല അച്ചേട്ടന് നാളെ മോളെ കൈമാറാൻ പറ്റുമെന്ന്. എനിക്കറിയില്ല. അതൊന്നും ഇപ്പൊ ഓർക്കണ്ട അമ്പിയെ. ആ സമയത്ത് ഈശ്വരൻ ധൈര്യം തരുമായിരിക്കും. എനിക്ക് തോന്നണത് മോള് നമ്മളെ വിട്ടു പോകാനിടയില്ല എന്ന്. അതെങ്ങനെ പറ്റും അച്ചേട്ടാ? പെട്ടെന്ന് അങ്ങനെ ഇട്ടെറിഞ്ഞു പോവാൻ പറ്റുമോ? നമ്മൾ അവളുടെ അച്ഛനും അമ്മയെന്ന് പറയുമായിരിക്കും. എന്തിനാ അമ്പിയെ നീ ഒരുപാട് ആശ വെക്കുന്നത്? മോളിനി ഉണ്ടാവില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അവളിനി ഈ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കരി പിടിച്ച് ജീവിതം തീർക്കണോ? എങ്കിലെന്താ അതിന്റെ അർത്ഥം? നമുക്ക് മോളോട് സ്നേഹമില്ലെന്നല്ലേ? അച്ചേട്ടാ, അവള് വലിയ പണക്കാരുടെ വീട്ടിലേക്ക് പോവാന്നല്ലേ അച്ചേട്ടൻ പറഞ്ഞു? അച്ചേട്ടാ, അവള് വലിയ പണക്കാരുടെ വീട്ടിലേക്ക് പോവാന്നല്ലേ അച്ചേട്ടൻ പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ അച്ചേട്ടനെ സഹായിക്കായിരിക്കുമല്ലേ അവള് സർജറിക്ക്? അതൊക്കെയാണോ ഇവിടെ പ്രധാനം? എനിക്ക് അതും പ്രധാനമല്ല അച്ചേട്ടാ. അച്ചേട്ടാ, ഭൂമി എങ്ങനെ കിട്ടിയത്? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. തെരുവില് ഏതോ സ്ത്രീ ഉപേക്ഷിച്ചു പോയി. കരഞ്ഞു നിലവിളിക്കണ കുഞ്ഞിനെ അച്ചേട്ടനെ എടുത്തുകൊണ്ട് വന്നു, അതല്ലേ? അതെ. ആ സ്ത്രീ ആരാന്നറിയില്ല? ഇല്ല. അത് പിന്നെ നമുക്ക് നാളത്തെ പ്രോഗ്രാമിന്റെ സ്ഥലം ഒന്ന് നോക്കാം. മോള് വന്നിട്ട് പോരെ? അവളെല്ലാരും ക്ഷണിക്കാൻ പോയതല്ലേ.
എന്തിനാ ഒളിപ്പിക്കുന്നത്? കഴിക്ക്, എനിക്ക് ഒഴിക്ക്. ഞാനേ ഇത് കഴിച്ചിട്ടില്ല. ഇനോഗ്രേഷൻ സാറ് തന്നെ ആയിക്കോട്ടെ. കള്ളും കഞ്ചാവും ഒക്കെ വേട്ടയാടി ശിക്ഷ വാങ്ങിക്കൊടുത്ത് റിട്ടയർഡ് SP സത്യദാസ് സാറാണ് എന്നെ മദ്യപിക്കാൻ പഠിപ്പിച്ചതെന്ന് പറയുമ്പോ സമൂഹത്തിൽ ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ. ഒഴിക്ക് സാറേ. അല്ല, ഇപ്പോ അമ്മ ഇതൊക്കെയാ പറയുന്നേ. എന്റെ ദുഃഖം അമ്മയ്ക്കറിയാം. അതെനിക്കും അറിയാം. ഭാര്യയും മകളെയും കാണാനില്ല, അതല്ലേ? എല്ലാ മദ്യപാനികളും മദ്യത്തിന്റെ പുറത്താ എല്ലാ ദുഃഖവും എടുത്തു വെക്കുന്നത്. ചിലര് പറയും മദ്യപാനികൾ ഉള്ളതുകൊണ്ടാ സർക്കാർ നിലനിൽക്കുന്നതെന്ന്. മനുഷ്യരെ മാരക രോഗികളാക്കാൻ വേണ്ടിയാണ് സർക്കാർ. എന്തിനാ സാർ ആ സർക്കാർ? ഭൂമി പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ല, സാറിനെ ഒന്നും മനസ്സിലാവുന്നില്ല. നാളെ ഭാര്യയും മകളും മടങ്ങി വരുന്നു. അവർക്ക് സാറ് നൽകാൻ പോകുന്നത് ചിലപ്പോ കരൾ രോഗം വന്ന് മരിക്കാൻ പോകുന്ന അച്ഛനെയും ഭർത്താവിനെയും ആയിരിക്കും. അങ്ങനൊരു ശിക്ഷ കൊടുക്കണോ സാർ? ശരിയാ. എന്റെ ആരോഗ്യത്തിലും ദുഃഖത്തിലൊക്കെ പങ്കുചേരുന്ന ഭൂമി, സത്യത്തിൽ നീ എന്റെ ആരാ? കഴിഞ്ഞ ജന്മം ഞാൻ സാറിന്റെ മകളായിരുന്നിരിക്കാം. അവളുടെ അച്ഛനെ ഏൽപ്പിച്ചാലും അവള് പോവില്ല ചേട്ടാ. ഇവൾ നിങ്ങൾ കരുതും പോലെ ഞങ്ങളുടെ മകളല്ല, ഞങ്ങളുടെ വളർത്തുമകൾ മാത്രമാണ്. ഭൂമിയെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണിത്.